നമസ്കാരം. ഫുക്രയിലേക്ക് സ്വാഗതം. ബ്രസീൽ സൗഹൃദ മത്സരത്തിൽ ജയിച്ചു. നല്ല ജയമായിരുന്നു. 1-3 ഗോളുകൾക്കാണ് ക്രൊയേഷ്യ ലോകത്തെ നല്ല ടീമുകളിലൊന്നാണ്, ഒരു സാധാരണ ടീമല്ല. അപ്പോൾ ലുക്ക മോഡ്രിച്ചിൻ്റെയൊക്കെ പോലെ ഡേവിഡ് സുക്കർക്ക് ഉണ്ടായിട്ടുള്ള ഒരു വലിയ രാജ്യം, വലിയ ഫുട്ബോൾ ടീം, അവരെ 3-1 തോൽപ്പിക്കുക, 1-3 ഗോളുകൾക്ക് തോൽപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും അത് വളരെ ഗംഭീര വിജയം തന്നെയാണ് ബ്രസീലിൻ്റെ. കഴിഞ്ഞ കളിയിൽ അതിശക്തരായ ഫ്രാൻസിനോട് അവർ 1-2 തോറ്റത്. അത് തന്നെ 1 ഗോളിൻ്റെ മാർജിനെ തോറ്റുള്ളൂ. നെയ്മർ ഒന്നും ഇല്ലാതെയാണ് ബ്രസീൽ കളിക്കുന്നത്. അവരുടെ രണ്ടാം നിര എന്ന് പറയാവുന്നതിന് പോലെ തന്നെ ഇപ്പോൾ അന്ന് റാഫിഞ്ഞയോ വിനിയോ ഒന്നും മെച്ചപ്പെട്ട് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം ഇത്തവണ തീർച്ചയായിട്ടും ബ്രസീൽ തീർത്തു. ക്രൊയേഷ്യ നല്ല ടീമാണ്, നല്ല ശക്തമായ ടീമാണ്. ആ ശക്തമായ ടീമിനെ തന്നെ, ക്രൊയേഷ്യയെ തന്നെ ബ്രസീൽ തോൽപ്പിച്ചു. ഫ്രാൻസിനെതിരെ മെച്ചപ്പെട്ട കളി തന്നെ കളിച്ചിരുന്നത്. അതിൽ 1 ഗോളിൻ്റെ മാർജിനെ, അത്രയും ശക്തരായ ടീമിൻ്റെ 1 ഗോളിൻ്റെ മാർജിനെ തോറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടും ഇപ്പോൾ ക്രൊയേഷ്യയെ പോലെ ഒരു ശക്തമായ ടീമിനെ തോൽപ്പിച്ചു എന്നുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും ബ്രസീലിന് ആത്മവിശ്വാസത്തോടെ തന്നെ ലോകകപ്പിന് പോകാം. ആഞ്ചലോട്ടിയുടെ ടീം നന്നായിട്ട് വരുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ആഞ്ചലോട്ടി പറയുന്നത് പോലെ നെയ്മർ ഒരു വ്യക്തി മാത്രമാണ്, നെയ്മർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല കളിയിൽ, അതിനൊക്കെ അപ്പുറത്താണ് കളി എന്ന്, കളി ഒരു വ്യക്തിയെ ആശ്രയിച്ചിട്ടല്ല ഇരിക്കുന്നത് എന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ള കളി തന്നെയാണ്. ആഞ്ചലോട്ടിയുടെ വഴി തന്നെയാണ്. ഒരു കോച്ച് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ആ കോച്ചിൻ്റെ തീർച്ചയായിട്ടും ഒരു കോച്ച് എന്ന നിലയിൽ ആഞ്ചലോട്ടിക്ക് അഭിമാനിക്കാം. അത്രയും നല്ല കളി തന്നെയാണ് ബ്രസീൽ കളിച്ചത്. എല്ലാ നിലയിലും, ഇപ്പോൾ പ്രതിരോധ നിരയിൽ നിന്നും, മുന്നേറ്റ നിരയിൽ നിന്നും, മധ്യനിരയിൽ നിന്നും ഒക്കെ നല്ല പെർഫോമൻസാണ് കിട്ടിയത്. ഈ മൂന്നും തമ്മിൽ, പ്രതിരോധവും മധ്യനിരയും മുന്നേറ്റ നിരയും തമ്മിൽ നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു, നല്ല ഒത്തിണക്കം ഉണ്ടായിരുന്നു, നല്ല കളി തന്നെയാണ് കളിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രസീലിന് ലോകകപ്പിന് പോകുമ്പോൾ, ആഞ്ചലോട്ടി അതാണല്ലോ പറഞ്ഞിരുന്നത്, ലോകകപ്പിന് പോകുമ്പോൾ നെയ്മർ ഇല്ലാതെ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നെയ്മർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ പ്രതിഭയാണ്. ആ നെയ്മർ ഇല്ലാതെ ബ്രസീലിന് ഇങ്ങനെ കളിക്കാൻ പറ്റിയെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അവർ. അതാണല്ലോ, അത് തെളിയിച്ചു. അതാണ് ആഞ്ചലോട്ടി ആഗ്രഹിച്ചിരുന്നത്. ആഞ്ചലോട്ടി ഒരു വ്യക്തിക്ക് കീഴിൽ ഇങ്ങനെ വ്യക്തിക്ക് ചുറ്റും ഇങ്ങനെ നിൽക്കുന്ന ഒരു ടീമിനെ അല്ല ആഞ്ചലോട്ടിയുടെ ഒരു സ്വഭാവം തന്നെ അതാണ്. നമുക്ക് ക്ലബ്ബുകളുടെ കാര്യത്തിലൊക്കെ അറിയാവുന്നതാണ് ആഞ്ചലോട്ടി എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, ആ സ്വഭാവം അറിയുന്നതുകൊണ്ട് തന്നെയാണ് ബ്രസീൽ വലിയ പൈസ കൊടുത്ത്, വലിയ പണം കൊടുത്ത്, വലിയ പ്രതിഫലം കൊടുത്ത് ആഞ്ചലോട്ടിയെ കൊണ്ടുവന്നതും. അപ്പോൾ ആഞ്ചലോട്ടി ആ നിലയിൽ ഗംഭീരമായിട്ട് തന്നെയാണ് ടീമിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, വാർത്തെടുത്തിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. വളരെ നല്ല പെർഫോമൻസാണ് ക്രൊയേഷ്യക്കെതിരെ ബ്രസീൽ നടത്തിയത്. ഫ്രാൻസിനെതിരെ ചെറിയ മാർജിനിൽ തോറ്റ ബ്രസീൽ, ഫ്രാൻസിനെ പോലെ അതിശക്തരായ ഒരു ടീമിനെതിരെ ചെറിയ മാർജിനിൽ തോറ്റ ബ്രസീൽ ഇപ്പോൾ മറ്റൊരു ശക്തരായ ടീമിനെ, ക്രൊയേഷ്യയെ 3-1 തോൽപ്പിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ബ്രസീലിന് ആശ്വസിക്കാനും ആശ്വാസത്തിനും അപ്പുറം എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉൾക്കൊള്ളാനുമുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. ലോകകപ്പിന് പോകുമ്പോൾ എല്ലാ ഒരുക്കമാനങ്ങളോടെ, ഇനിയിപ്പോൾ നെയ്മർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് തങ്ങളെ ബാധിക്കില്ല എന്ന നിലയിലുള്ള ഒരു പെർഫോമൻസ് അവസാന നിമിഷം ലോകകപ്പിന് തൊട്ടുമുമ്പുള്ള സൗഹൃദ മത്സരത്തിൽ ലോകത്തിന് കാണിച്ചു കൊടുത്തതിലൂടെ തീർച്ചയായിട്ടും ആഞ്ചലോട്ടിയുടെ കുട്ടികൾ, ആഞ്ചലോട്ടിയുടെ ബ്രസീൽ ടീം തീർച്ചയായിട്ടും അഭിമാനിക്കാം. ആത്മവിശ്വാസത്തോടെ മുന്നേറാം അവർക്ക്. ആഞ്ചലോട്ടിയെ പോലെ കളി അറിയുന്ന ഒരു കോച്ച്, ഒരു ഗുരു, ഒരു ആശാൻ അവരുടെ തലപ്പത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിനെപ്പറ്റിയും പ്രതീക്ഷിക്കേണ്ടതില്ല, ഒന്നിനെപ്പറ്റിയും വിഷമിക്കേണ്ടതില്ല. എല്ലാ പ്രതീക്ഷകളും വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തന്നെയാണ് ഈ ബ്രസീൽ ടീം കാണിച്ചു തരുന്നത്.